ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ 19ാം പതിപ്പ്, അതായത് ഇന്നലെ അതിൻ്റെ മിനി താരലേലം കഴിഞ്ഞു. 2026 മാർച്ച് 26-ന് തുടങ്ങുകയാണ്. അനിശ്ചിതത്വങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഉദ്ഘാടന മത്സരം ഒരുപക്ഷെ ബംഗളൂരുവിൽ നടക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയാകും എന്നാണ് വരുന്ന വാർത്തകൾ. സാധാരണഗതിയിൽ ഈ നിലവിലെ ജേതാക്കളായ താരങ്ങളുടെ ഹോം ഗ്രൗണ്ടിലാണ് അവിടെ മത്സരങ്ങൾ വരാറ്. അങ്ങനെയെങ്കിൽ ബംഗളൂരുവിൻ്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ഈ റോയൽ ചലഞ്ചേഴ്സിൻ്റെ വിക്ടറി പരേഡിനിടെ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിച്ച ദാരുണമായ സംഭവം മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ തോതിലുള്ള ഒരു അനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ല. ഭാഗികമായ ഒരു അനുമതി മാത്രമാണ് നിലവിൽ ഉള്ളത്. സുരക്ഷാ പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമാകും അന്തിമ അനുമതി നൽകുക. മെയ് 31-നാണ് IPLന്റെ ഫൈനൽ വരിക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് 4ാം മത്സരത്തിന് ഇറങ്ങുകയാണ്. ലക്നൌവിൽ രാത്രി 7 മണിക്കാണ് മത്സരം. 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലാണ്. ധരംശാലയിൽ തകർപ്പൻ ജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ഇന്ന് പരമ്പര തേടി ഇറങ്ങുന്നത്. ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്നുള്ളതാണ് വരുന്ന റിപ്പോർട്ടുകൾ. വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്മാറിയ പേസർ ജസ്പ്രീത് ബുംറ ഇന്നത്തെ കളിയിലും ഉണ്ടാകില്ല. പേസ് നിരയിൽ ഹർഷദീപ് സിംഗ്, ഹർഷിത് റാണ സഖ്യം തന്നെയാകും ഇത്തവണയും ഇറങ്ങുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാറ്റിംഗ് നിരയിൽ നായകൻ സൂര്യകുമാർ യാദവിൻ്റെയും ഉപനായകൻ ശുഭ്മൻ ഗില്ലിൻ്റെയും മോശം പ്രകടനം ഇന്ത്യക്ക് തിരിച്ചടിയാണ്. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് സൂര്യകുമാർ അവസാനമായി ഒരു അർദ്ധ സെഞ്ചുറി നേടിയത് എന്നുള്ളത് വലിയ നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നീട് നടന്ന 21 ഇന്നിങ്സിൽ 239 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാനായത്. സഞ്ജു സാംസൺ ആരാധകർക്കും ഒരുപക്ഷെ ഇന്ന് നിരാശയുണ്ടാകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. സഞ്ജു കളിക്കാൻ സാധ്യതയില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ആഷസ് പരമ്പരയിലെ 3ാം മത്സരം പുരോഗമിക്കുകയാണ്. ഈ മത്സരം പുരോഗമിക്കുമ്പോൾ 4 വിക്കറ്റുകൾ ഓസ്ട്രേലിയക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ടോസ് നേടി ബാറ്റ് ചെയ്യുന്ന ഓസ്ട്രേലിയയുടെ തുടക്കം തന്നെ തകർച്ചയോടെയായിരുന്നു. 10 റൺസ് എടുത്ത ട്രാവിസ് ഹെഡും 18 റൺസ് നേടിയ ജേക്ക് വെത്രാൾഡുമാണ് തുടക്കത്തിൽ തന്നെ പുറത്തായത്. ഇപ്പോൾ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 124-ന് 4 എന്ന നിലയിലാണ് ഓസ്ട്രേലിയയുള്ളത്. കഴിഞ്ഞ 2 ടെസ്റ്റിലും പരാജയപ്പെട്ട ഇംഗ്ലണ്ട് വലിയ സമ്മർദ്ദത്തിലാണ് ഇന്ന് 3ാം പോരാട്ടത്തിന് ഇറങ്ങിയത്. കാരണം കഴിഞ്ഞ 12 വർഷമായി ആഷസ് പരമ്പര നേടാൻ ഇംഗ്ലണ്ടിനായിട്ടില്ല. വിശ്രമം അവസാനിപ്പിച്ച് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ഓസീസ് നിരയിൽ തിരികെ എത്തിയിട്ടുണ്ട്. ഫിഫ ദ ബെസ്റ്റിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ഔസ്മാൻ ഡെംബലെക്ക്. യൂറോപ്യൻ ചാമ്പ്യന്മാരായ പാരീസ് സെന്റ് ജർമ്മന് വേണ്ടിയുള്ള മികച്ച പ്രകടനമാണ് ഡെംബലെക്ക് പുരസ്കാരത്തിന് അർഹനാക്കിയത്. തുടർച്ചയായ 3ാം വർഷവും മികച്ച വനിതാ താരമായി സ്പെയിനിൻ്റെയും ബാഴ്സയുടെയും മിഡ്ഫീൽഡർ ഐത്താന ബോൺമാറ്റി മാറി. ഫിഫ ദ ബെസ്റ്റ് ഗോൾ കീപ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡൊണ്ണറുമയാണ്. ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ PSG ഗോൾ വിലക്കാത്ത ഇറ്റാലിയൻ താരമാണ് ജിയാൻലൂജി ഡൊണ്ണറുമ. മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം അർജന്റീനിയൻ താരം സാന്റിയാഗോ മോണ്ടിയാലിനും ലഭിച്ചു. സൂപ്പർ താരം കിലിയൻ എംബാപ്പയുമായുള്ള ശമ്പള കുടിശ്ശിക തർക്കത്തിൽ ഫ്രഞ്ച് ക്ലബ് PSG കനത്ത തിരിച്ചടി. PSG എംബാപ്പയ്ക്ക് 636 കോടി രൂപ നൽകണമെന്ന് ഫ്രഞ്ച് ലേബർ കോടതി ഉത്തരവിട്ടു. ക്ലബിൽ നിന്ന് അർഹതപ്പെട്ട ശമ്പളവും ബോണസും ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എംബാപ്പെ കോടതിയിൽ പരാതി നൽകിയിരുന്നത്. സ്പാനിഷ് ക്ലബ്ബ് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയതിന് പിന്നാലെയാണ് 26-കാരനായ എംബാപ്പെ 26 കോടി യൂറോ, അതായത് ഏകദേശം 2670 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് നൽകിയിരുന്നത്. താരത്തിനെതിരെ PSG-യും പരാതി നൽകിയിരുന്നു. കരാർ കാലാവധി കഴിഞ്ഞ് ഫ്രീ ഏജന്റ് എന്ന നിലയിൽ ക്ലബ്ബ് മാറിയതിനാൽ ട്രാൻസ്ഫർ ഫീ ലഭിച്ചില്ലെന്നും ഈ ഇനത്തിൽ എംബാപ്പെ തങ്ങൾക്ക് 44 കോടി യൂറോ, അതായത് ഏകദേശം 4500 കോടിയിലധികം രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതായിരുന്നു PSG-യുടെ വാദം. പക്ഷേ തിരിച്ചടി PSG-ക്കാണ്. 636 കോടി രൂപ എംബാപ്പയ്ക്ക് നൽകണം. അണ്ടർ-19 ഏഷ്യ കപ്പിൽ മലേഷ്യക്കെതിരെ തകർപ്പൻ ജയവുമായി ഇന്ത്യ. 315 റൺസിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യ ഉയർത്തിയ 409 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റ് ചെയ്ത മലേഷ്യ കേവലം 93 റൺസിന് ഓൾ ഔട്ടായി. ഇന്ത്യക്കായി അഭിഖ്യാൻ കുണ്ടു ഇരട്ട സെഞ്ചുറിയും ദീപേഷ് ദേവേന്ദ്രൻ 5 വിക്കറ്റും എടുത്ത് മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. മലേഷ്യൻ ബൗളർമാരെ തകർത്തടിച്ച വൈഭവ് സൂര്യവംശി ഇന്നലെ താരമായി. 26 പന്തിൽ 50 റൺസാണ് വൈഭവ് എടുത്തത്. 5 ബൗണ്ടറികളും 3 സിക്സറുകളും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. 125 പന്തിൽ നിന്ന് 209 റൺസ് നേടിയ അഭിഖ്യാൻ കുണ്ടുവാണ് കളിയിലെ താരം. 19 വയസ്സിൽ താഴെയുള്ളവർക്കായുള്ള കുച്ച് ബഹാർ ട്രോഫിയിൽ കേരളത്തിനെതിരെ ബറോഡയുടെ ആദ്യ ഇന്നിംഗ്സ് 223-ന് അവസാനിച്ചു. 4 വിക്കറ്റ് വീഴ്ത്തിയ ജോബിൻ ജോബിയാണ് കേരളത്തിന്റെ ബൗളിംഗ് നിരയിൽ തിളങ്ങിയത്. മറുപടി ബാറ്റിംഗിൽ ഇറങ്ങിയ കേരളം 4 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് എന്ന നിലയിലാണ്. ടോസ് നേടിയ കേരളം ബറോഡയെ ആദ്യം ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു.
ലക്നൌവിൽ നടക്കുന്ന ദേശീയ ജൂനിയർ സ്കൂൾ അത്ലറ്റിക് റിലേയിൽ കേരളത്തിന് 2 സ്വർണം ഇന്നലെ ലഭിച്ചു. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും 4x100 മീറ്റർ റിലേയിലാണ് കേരളം ഒന്നാമതെത്തിയത്. ആൺകുട്ടികളുടെ 400 മീറ്റർ ഹഡിൽസിൽ തിരുവനന്തപുരം GV രാജയിലെ K ശ്രീഹരി 3ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ 1500 മീറ്റർ ഓട്ടത്തിൽ K നിവേദിക്കും 3ാം സ്ഥാനമുണ്ട്. റിലേയിലെ ഇരട്ട സ്വർണം കേരളത്തിന്റെ പോയിന്റ് 27ലേക്ക് ഉയർത്തി. TM അതുൽ, ജിയോ ഐസക്, എക്സിനിൽ ശ്രീഹരി ബിനു എന്നിവരാണ് സ്വർണം നേടിയ ആൺകുട്ടികളുടെ റിലേ ടീം. പെൺകുട്ടികളിൽ സ്വർണ്ണക്കുതിപ്പ് നടത്തിയത് നന്ദന, മിഥുന, ദേവനന്ദ, ജിൽഷ, ജിനിൽ എന്നിവരാണ്. ഇന്ന് 4x400 മീറ്റർ റിലേയിൽ കേരളം ഫൈനലിലെത്തിയിട്ടുണ്ട്. മീറ്റ് ഇന്ന് അവസാനിക്കാനിരിക്കെ കേരളത്തിന് 2 സ്വർണവും 1 വെള്ളിയും അടക്കം 8 മെഡലായി.